എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് പറയാനാണ്. ഏകദേശം 12ഓളം പ്ലാനുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു പ്ലാനാണ് ഡിസ്ട്രിക്ട് പൂൾ പ്ലാൻ. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് GCD കോയിന്റെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. GCD ടോക്കണിന്റെ പ്രധാനപ്പെട്ട ഒരു മെമ്പർഷിപ്പാണ് ഈ ഡിസ്ട്രിക്ട് പൂൾ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട്, ഡിസ്ട്രിക്ട് പൂൾ പ്ലാൻ എന്താണെന്നുള്ളത്. നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഓരോ ജില്ലയിലും വ്യാപാര വ്യവസായങ്ങൾ വരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ GCD ടോക്കൺ. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും നമ്മൾ ജില്ലയുടെ ചെയർമാൻ സ്ഥാനം കൊടുത്തുകൊണ്ട് ഒരു ഡിസ്ട്രിക്ട് പൂൾ പ്ലാനാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ ഏകദേശം 4 ജില്ലയോളം 4 പേര് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പൊ അതിന് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒരു ജില്ലയിൽ നിന്നും ഒരാൾക്ക് ഒരു ജില്ല ചെയർമാൻ സ്ഥാനം കിട്ടുമ്പോൾ 3000 ടോക്കൺ എടുക്കുന്ന ഒരു വ്യക്തിക്കാണ് ഒരു ജില്ലയുടെ ചെയർമാൻ സ്ഥാനം കിട്ടുന്നത്. അങ്ങനെ ജില്ലയുടെ ചെയർമാൻ സ്ഥാനം കൊടുക്കാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാപാര വ്യവസായങ്ങൾ ഓരോ ജില്ലയിലും വരുമ്പോൾ അതിന്റെ മേൽനോട്ടം വഹിക്കാനും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളിൽ വേണ്ട സപ്പോർട്ട് എല്ലാം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ചെയർമാൻ സ്ഥാനം നൽകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ജില്ലയുടെ ചെയർമാൻ സ്ഥാനം കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയും അതാത് ജില്ലയിൽ വരുന്ന വ്യാപാര വ്യവസായങ്ങളിൽ അവർക്ക് പങ്കാളിത്തം കൊടുക്കുകയും മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യം ഇത്തരത്തിലൊക്കെ നമുക്ക് പ്രവർത്തിക്കുന്നതിന്റെ കാരണം ഇപ്പൊ ഓരോ ജില്ലയിലും ചെയർമാൻ സ്ഥാനം വഹിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതാത് ജില്ലയുടെ പ്രത്യേകത. അപ്പൊ അതിൽ നിന്നും മറ്റു ജില്ലക്കാർക്ക് ചിലപ്പോൾ ആ ജില്ലയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അത് മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇപ്പൊ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പഞ്ചാബിലെയോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ ഓരോ ജില്ലകളിലെ കാര്യം അറിയാൻ പറ്റില്ല. ഇതൊരു തൊഴിൽ മേഖലയും അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങളിൽ ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു ചെയർമാൻ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയർമാൻ സ്ഥാനം കൊടുക്കുകയും അതൊരു ഡിസ്ട്രിക്റ്റിൽ ഒരാൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ജില്ലാ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്ന വ്യക്തികൾ 3000 ടോക്കൺ എടുത്തുകൊണ്ടായിരിക്കും അവർ ഇതിനകത്ത് അംഗത്വം സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ ആ ജില്ലയിൽ നിന്നും ആര് കയറിക്കഴിഞ്ഞാലും അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണതിന്റെ 5% ഈ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ്. അത് ലൈഫ് ടൈമാണ്. ലൈഫ് ടൈം മീൻസ് നമ്മുടെ തലമുറകളോളം അവർക്ക് ആ ജില്ലയിൽ നിന്നും KYC ചെയ്ത് കയറുന്ന സമയം തന്നെ അവർക്ക് അവർ നിക്ഷേപിക്കുന്നതിന്റെ 5% ഈ ചെയർമാന്റെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏകദേശം 729ഓളം ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഇതേ നയം തന്നെയായിരിക്കും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്.